ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ വട എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം ഞാൻ ചിക്കനും ഉരുളൻകിഴങ്ങും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്ത് ചോപ്പറിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചതച്ചതിന് ശേഷം പിന്നെ ചട്ടി ചൂടായതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു വെല്ലുള്ളി ചെറുതായി അരിഞ്ഞത് ഇത്തിരി ഉപ്പിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി വാടി വന്നതിന് ശേഷം 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു തക്കാളി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം മസാല ആയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ചിക്കനും ഉരുളൻകിഴങ്ങും ഇട്ടെടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇത്തിരി കുരുമുളക് ഇട്ടെടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ മസാലേൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മൈദപ്പൊടി ഇട്ടെടുക്കാം. അതായത് ഞാൻ ഇവിടെ വടൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള മൈദപ്പൊടി ഇട്ടെടുക്കുക. ഓവറായാൽ ഇങ്ങനെ നമ്മളെ മസാല കട്ടത്തി പോകും. അപ്പോൾ നമുക്കിങ്ങനെ ഷേപ്പാക്കാൻ പറ്റുന്ന വിധത്തിൽ മൈദപ്പൊടി ഇട്ടെടുക്കാം. അങ്ങനെ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് വടൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ വടൻ്റെ ഷേപ്പൊക്കെ ആക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കാരണം നല്ല ക്ഷമയോട് കൂടി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പോകാൻ സാധ്യത ഉണ്ട്. നല്ല ക്ഷമയോട് കൂടി ഇങ്ങനെ വടൻ്റെ ഷേപ്പാക്കി എടുക്കുക. പിന്നെ നമുക്കത് ഓയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കണം മുന്നേ ആദ്യം തീ ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ വട ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് 2 സൈഡും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് കരിയും, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ പിന്നെ നമ്മുടെ ചിക്കൻ വട റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.